Hi friends, ഇന്ന് നമ്മൾ കാണുന്നത് റിവ്യൂ ഓഫ് AC സർക്യൂട്ട്സിലെ LCR സീരീസ് സർക്യൂട്ടാണ്. ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് EMF സോഴ്സിലേക്ക് വോൾട്ടേജ് സോഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കറണ്ടും EMFും തമ്മിലുള്ള ഫേസ് റിലേഷൻ എന്തായിരിക്കും, അതിൻ്റെ എത്രത്തോളം എനർജി സ്പെൻഡ് ചെയ്യണം, ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് ഇഫക്റ്റീവായിട്ട് എത്രത്തോളം പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ LCR സീരീസ് സർക്യൂട്ടിൻ്റെ റിവ്യൂവിൽ നമ്മൾ കാണുന്നത്. AC സർക്യൂട്ടിൻ്റെ റിവ്യൂവിൽ നമ്മൾ കാണുന്നത്. So the circuit diagram is as shown here. There is a voltage source which is an alternating voltage source which is connected to a resistor, inductor and capacitor. ഇത് ഓർഡർ മാറിയാലും പ്രശ്നമില്ല. റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. And there is a potential drop across each component. ഓരോ കമ്പോണൻറ്റിൻ്റെയും അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായിരിക്കും അല്ലേ. സപ്പോസ് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് കറണ്ട് ഈ സർക്യൂട്ടിലൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഓരോ കമ്പോണൻറ്റിൻ്റെ അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളുടെ പൊട്ടൻഷ്യൽസിൻ്റെ സം ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് സം ആയിരിക്കണം എന്ത്, നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ്. That is, applied voltage must be sum of potentials across the resistor, inductor and capacitor. Okay. So നമ്മളിവിടെ കഴിഞ്ഞ സെഷനിലൂടെ നമ്മൾ കണ്ടത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഈ മൂന്ന് കമ്പോണൻറ്റും സെപ്പറേറ്റ് ആയിട്ടും രണ്ടെണ്ണത്തിൻ്റെ പല കോമ്പിനേഷൻസ് ആയിട്ടും ഒരു ആൾട്ടർനേറ്റിംഗ് EMFുമായിട്ട് സീരീസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ റിലേഷൻസ്, ഫേസ് റിലേഷൻ എന്താണ്, അതേപോലെ ഇമ്പിഡൻസ് എന്താണ്, പവർ ഫാക്ടർ എന്താണ്, അതിൻ്റെ വെക്ടർ ഡയഗ്രം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇത് മൂന്നും ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നതെന്നാണ് കണ്ടത്. നമ്മളിതുവരെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വോൾട്ടേജും കറണ്ടും ഒക്കെ സൈനുസോയ്ഡൽ ഫങ്ഷൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നൗ വി ആർ അസ്യൂമിങ് ദാറ്റ് let I is equal to I0 sin omega t be the instantaneous value of alternating current flowing through this AC circuit. ഈ AC സർക്യൂട്ടിലായിരുന്നു ഈ AC സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ I is equal to I0 sin omega t എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഈ I എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. Q എന്നുള്ള എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഇതിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ Q/C എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ ഉണ്ടായിരിക്കും. I into R റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കും. So the applied EMF E must be the sum of potentials across the components ആയിട്ട് ഇവിടെ ഇതൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ VL plus VC plus VR is equal to the resultant applied EMF. Okay, I is equal to I0 sin omega t ആണ് നമ്മുടെ കറണ്ട്. So which is the reference അല്ലേ, ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. ഓക്കെ, സോ ഇതാണ് കറണ്ടിൻ്റെ ഫേസ് നോക്കുക. ഓക്കെ, ഇതിലുള്ള വോൾട്ടേജിൻ്റെ ഫേസ് നോക്കുക, അത് തന്നെയല്ലേ. സോ ദേ ആർ ഇൻ ഫേസ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ് വരുന്നത്. ആൻഡ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ് VR is equal to നമുക്ക് എഴുതാം I0 R into sin omega t. Because കറണ്ട് എന്താണ്, I is equal to I0 sin omega t ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് is equal to VR0 sin omega t. R0 എന്ന് എടുക്കാനുള്ള കാരണം റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. VR0 is the maximum value of voltage across the resistor അല്ലെ. VR0 sin omega t is the voltage, instantaneous value of voltage across the resistor, and VR0 is the maximum value. Okay, അപ്പോൾ VR is equal to VR0 sin omega t എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് ഇവിടെ ഉണ്ടാകുന്നത്. സിൻസ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് അക്രോസ് ദി റെസിസ്റ്റർ. നൗ ഇൻഡക്ടറിൻ്റെ കേസിൽ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് നമ്മൾ കണ്ടു എന്താണ്, വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ഫേസ് π/2 അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, കറണ്ട് ഇതാണ്, കറണ്ട് 0 ആകുമ്പോൾ വോൾട്ടേജ് തുടങ്ങുന്നുണ്ടോ, π/2 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് വരുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ കറണ്ട് മാക്സിമം ആകുമ്പോഴേക്കും അത് π/2 ആകുമ്പോഴേക്കും മാക്സിമം ആകുമ്പോഴേക്കും ഇത് 180-ലെത്തി. ദിസ് ബിക്കംസ് 180, അപ്പോൾ ഇത് വോൾട്ടേജ് 270-ലെത്തി. ആൻഡ് when this becomes 270 it reaches 360 അങ്ങനെ വരുന്ന
ഒരു π/2 റേഡിയൻസിൻ്റെ ലീഡിലാണ് വോൾട്ടേജ് വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL is equal to I0 XL അല്ലെങ്കിൽ I0 L omega sin omega t plus π/2 എന്നുള്ളത്. I0 sin omega t ആണ് റെഫറൻസ്, പ്ലസ് π/2 എന്ന് പറയുന്നൊരു ഫേസ് ലീഡ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടറിനുണ്ട്. സോ VL is equal to applied voltage across the inductor is equal to maximum value of voltage across inductor into sin omega t plus π/2, since the voltage across inductor leads the current by a phase π/2. Okay, VL0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള മാക്സിമം വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് I0 XL. XLന് പകരം നമുക്കറിയാം L omega ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ. സോ I0 L omega എന്ന് കൊടുക്കാം. Substituting all this, VL is equal to, you can say that I0 L omega sin omega t plus π/2. Okay, sin omega t plus π/2 അല്ലെങ്കിൽ sin 90 plus theta ആണ്, cos theta ആണ്. So here we are replacing it as VL is equal to I0 L omega cos omega t എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നൗ ഇപ്പോൾ ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള ഇത് പറഞ്ഞു, റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള പറഞ്ഞു. നൗ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എക്സ്പ്രഷൻ. സോ കപ്പാസിറ്ററിൻ്റെ അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ VC, which is equal to VC0 sin omega t minus π/2. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ alternating EMF, instantaneous value of alternating EMF lags the current by a phase π/2. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ അപേക്ഷിച്ച് π/2 ഫേസ് ലാഗ് ചെയ്തിട്ടാണ് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് 0 ആകുമ്പോൾ ഇത് മൈനസ് π/2 ആണ് കിടക്കുന്നത്. ഇത് π/2 എത്തുമ്പോഴേ എന്താവുന്നുള്ളൂ, ദിസ് ബിക്കം 0. 180 എത്തുമ്പോഴേ ഇത് π/2 ആവുന്നുള്ളൂ. സോ അതാണ് ഒരു 90 ഡിഗ്രി ഫേസ് ലാഗിലാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താ ചെയ്തത്, VC0 maximum value of voltage across capacitor sin omega t minus π/2, because sin omega t ആണ് കറണ്ടിൻ്റെ അതിൽ തന്നെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അതിന് π/2 റേഡിയൻസ് ലീഡ് ചെയ്തിട്ടാണ് ഇൻഡക്ടറിൻ്റെ അക്രോസ് വരുന്നത്, π/2 റേഡിയൻസ് ലാഗ് ചെയ്തിട്ടാണ് കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ വരുന്നത്. സോ VC0 sin omega t മൈനസ് π/2 എന്ന് കിട്ടും. VC0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 XC, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ 1/C omega ആണ്. സോ VC0 is equal to IC0/C omega ആണ്. ഓക്കെ, അപ്പോൾ VC is equal to, VC0ക്ക് പറഞ്ഞു കൊടുക്കുക I0/C omega എന്ന് കൊടുക്കുക. സോ VC is equal to I0/sin omega C omega into I0/C omega into sin omega t minus π/2. So this is the potential across the capacitor. Sin omega t minus π/2. Sin omega t minus π/2 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക, ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, മൈനസ് π/2. π/2ൻ്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് സൈൻ എന്തായിട്ട് മാറും, കോസ് ആയിട്ടും മാറും. സോ VC is equal to I0/C omega into minus cos omega t എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് I0/C omega cos omega t എന്നായിട്ട് എഴുതുന്നതാണ് ചെയ്യുന്നത്. സോ VC is equal to minus I0/C omega cos omega t. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും അക്രോസുള്ള വോൾട്ടേജുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് വോൾട്ടേജ്? റിസൾട്ടൻറ്റ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സം ഓഫ് പൊട്ടൻഷ്യൽസ് അക്രോസ് ദി കമ്പോണൻസ് അല്ലേ. അപ്പോൾ E is equal to, VLന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, I0 L omega cos omega t. VCക്ക് പകരം മൈനസ് I0/C omega cos omega t. VRന് പകരം I0R sin omega t അല്ലേ. സോ ഈ ഫസ്റ്റ് രണ്ട് ടൈമിലും I0യും cos omega t കോമൺ ആയിട്ടുണ്ട്, ഇതിൽ I0 കോമൺ ആയിട്ടുണ്ട്. സോ എല്ലാത്തിനും നമുക്ക് I0 കോമൺ ആയിട്ട് ആദ്യം പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് R sin omega t. ഇന്ന് രണ്ടൊന്നും cos omega t കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ L omega minus 1/C omega cos omega t. അപ്പോൾ I0 കോമൺ ആയിട്ട് പുറത്തേക്ക് വന്നു. പിന്നെ ഇവിടെ ഉള്ളത് R sin omega t മാത്രം. ഇതിൽ L omega cos omega t ഉണ്ട്, മൈനസ് 1/C omega cos omega t ഉണ്ട്. ഇന്ന് രണ്ടൊന്നും cos omega t പോയി കഴിഞ്ഞാൽ L omega മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ L omega minus 1/C omega cos omega t. സോ E is equal to I0 into R plus sin omega t plus L omega minus 1/C omega cos omega t. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ കണ്ട പോലെ തന്നെ sin omega t-യുടെയും cos omega t-യുടെയും കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വിത്തൗട്ട് I0 കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ടേം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. ആ ടേം കൊണ്ട് ഈ ഇക്വേഷനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ sin omega t-യുടെ കോഎഫിഷ്യൻ്റ് 6,
cos omega t L omega minus 1 by C omega. So r square plus L omega minus 1 by C omega the whole square in the root edukka and multiply and divide with this equation. So root of r square plus L omega minus 1 by C omega whole square r term കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഡിവൈഡും ചെയ്തു ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി I0 ഇൻറ്റു root of r square plus L omega minus 1 by C omega the whole square into r sin omega t by root of r square plus L omega minus 1 by C omega whole square plus L omega minus 1 by C omega into cos omega t divided by root of r square plus L omega minus 1 by C omega the whole square എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുന്നു. Now നമ്മൾ ഇതും പ്രീവിയസ് സെക്ഷനിൽ കണ്ട പോലെ തന്നെ ഇതിന് പകരം ദാറ്റ് ഈസ് sin omega t കൂടാതെയുള്ള ബാക്കിയുള്ള ടേം ഉണ്ടല്ലോ ദാറ്റ് ഈസ് r by root of r square plus L omega minus 1 by C omega whole square ന് പകരം cos phi നും L omega minus 1 by C omega divided by root of r square plus L omega minus 1 by C omega whole square ന് പകരം sin phi എന്നും കൊടുക്കുക. അപ്പോൾ ഇവിടെ sin omega t ആണെങ്കിൽ ഈ ബാക്കിയുള്ള ടേമുകളുടെ മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് എന്ത് എഴുതുക cos phi എന്ന് എഴുതുക. cos omega t ആണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള എല്ലാ ടേമുകളെയും ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും കൂടി ഒരുമിച്ചെടുത്ത് ആ ടേമിന് പകരം നമ്മൾ എന്ത് എഴുതുക sin phi എന്ന് എഴുതുന്നു. ഓക്കെ so E is equal to I0 into പുറത്ത് ഈ ടേം ഉണ്ട് അതങ്ങനെ തന്നെ എഴുതുന്നു root of r square plus L omega minus 1 by C omega whole square into ഈ ടേം ആണ് പിന്നെ ഉള്ളത് അല്ലേ ദിസ് റീപ്ലേസ് ബൈ cos phi into sin omega t പ്ലസ് ഇതിന് പകരം sin phi into cos omega t omega t ക്ക് പകരം a എന്നും phi ക്ക് പകരം b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ sin a cos b പ്ലസ് cos a sin b എന്നുള്ള ഫോമാണ് ദാറ്റ് ഈസ് sin a plus b എന്നുള്ളതാണ് sin a cos b plus cos a sin b is equal to sin a plus b എന്നുള്ള ഫോമാറ്റാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഈ ടേം ഒക്കെ സെയിം തന്നെ I0 root of r square plus L omega minus 1 by C omega whole square into sin a cos b plus cos a sin b is equal to sin a plus b that is equal to sin omega t plus phi. ഓക്കെ സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ സൈൻ അപ്പോൾ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് പൈ ബൈ 2 ആയി കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 2 എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് E is equal to I0 root of r square plus L omega minus 1 by C omega the whole square എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ EMFൻ്റെ മാക്സിമം വാല്യൂ ആണ് ഇതിന് വരാവുന്ന മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ പിന്നെ ഇതാണ് 1 കൊടുത്തു കഴിഞ്ഞാൽ that will be the maximum value of EMF that is E0 is equal to I0 into root of r square plus L omega minus 1 by C omega whole square ആണ് LCR സർക്യൂട്ടിൽ വരാവുന്ന മാക്സിമം വോൾട്ടേജ്. So voltage by current E0 by I0 which is equal to root of r square plus L omega minus 1 by C omega whole square which is the effective opposition to the flow of current. Effective opposition to the flow of current in an LCR series circuit. അതിന് പറഞ്ഞ പേരാണ് impedance r square plus root of r square plus L omega minus 1 by C omega whole square is the effective opposition to the flow of AC current through an LCR series circuit which is known as the impedance of LCR series circuit. Okay, now E is equal to ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഇതെന്ന് പറഞ്ഞില്ലേ E0 into sin omega t plus 5. നമ്മൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടു I is equal to I0 sin omega t applied EMF resultant applied EMF is equal to E0 sin omega t plus 5. That means the effective applied alternating EMF leads the current by a phase phi. Applied EMF ഇവിടെ കറണ്ടിനേക്കാളും ലീഡ് ചെയ്യുന്നുണ്ട് ബൈ എ ഫേസ് phi ആണ് വരുന്നത്. ഇൻസ്റ്റന്റേനിയസ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ നൗ എത്രയാണ് ഈ ലീഡ് ചെയ്യുന്ന ഫേസ് ആംഗിൾ phi എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് ഡിവൈഡ് ദിസ് ടു ഇക്വേഷൻസ് സൈൻ ഇത് സൈൻ ബൈ കോസ് ചെയ്യുക sin phi by cos phi that is equal to L omega minus 1 by C omega by root of r square plus L omega minus 1 by C omega whole square divided by r by root of r square plus L omega minus 1 by C omega the whole square. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്യും. സോ L omega minus 1 by C omega divided by r L omega minus 1 by C omega divided by r ആണ് എന്ത് tan phi കിട്ടുന്നത്. tan phi is equal to L omega minus 1 by C omega divided by r. phi is equal to എന്ത് കിട്ടും tan inverse L omega minus 1 by C omega divided by r. നമുക്ക് സർക്യൂട്ടിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇൻഡക്ടറിൽ നമ്മളാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വാല്യൂ നമുക്കറിയാം. നമ്മൾ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമുക്കറിയാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസിയും നമുക്കറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഹൗ മച്ച്
amount the angle is leading, current applied EMF എത്രത്തോളം ലീഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Phi is equal to tan inverse L omega minus 1 by C omega all divided by R. ഓക്കെ, ഇതാണ് നമ്മുടെ ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ, എത്രത്തോളം ആംഗിളാണ് ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 0/0 which is equal to root of R square plus L omega minus 1 by C omega the whole square ആയിരിക്കും. ഓക്കെ, നൗ നമുക്കിനി കാണാനുള്ളത് ഈ സർക്യൂട്ടിലെ വെക്ടർ ഡയഗ്രാം. ഈ സർക്യൂട്ടിൻ്റെ വെക്ടർ ഡയഗ്രാം എന്താണെന്നുള്ളത്, പവർ ഫാക്ടർ എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫൈൻഡിങ് പവർ ഫാക്ടർ. നമ്മൾ പറഞ്ഞു പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എനർജി ഈ സർക്യൂട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു, ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈ സ്പെൻഡ്, അതിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും പവർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ പവർ ഫാക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്രത്തോളം എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പവർ ഫാക്ടർ ഇസ് ഗിവൺ ബൈ കോസ് ഫൈയുടെ കമ്പോണൻ്റ് ആണ് പവർ ഫാക്ടർ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടു R/√of R square plus L omega minus 1 by C omega R square ആണ് LCR സീരീസ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ വെക്ടർ ഡയഗ്രാം. വെക്ടർ ഡയഗ്രാം ആണ് നമ്മൾ ഇനി കാണുന്നത്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും റെസിസ്റ്റൻസും സെയിം ഫേസിലാണ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ലീഡ്സ് ബൈ എ ഫേസ് π/2. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ലാഗ്സ് ബൈ എ ഫേസ് π/2. അത് മൂന്നും വെച്ചു നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ എടുക്കുക. ഒന്ന് മുകളിലേക്കാണ് വോൾട്ടേജ് LC സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ VL is towards upwards and VC is downwards. റിസൾട്ടൻ്റ് ആയിട്ട് VL minus VC നമുക്ക് കിട്ടും. സോ ഇൻ ആൻ LC സർക്യൂട്ട് ഇഫക്റ്റീവ് വോൾട്ടേജ് എന്താണ്, VL minus VC ആണ്. അത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ്. പിന്നെ നമുക്ക് ഇവിടെ ആരും കൂടി ഉണ്ട്, LC സർക്യൂട്ട് കൂടാതെ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് അല്ലേ ഈ സീരീസിൽ. അപ്പോൾ ഇതിൻ്റെയും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെയും LC സീരീസ് സർക്യൂട്ടിൻ്റെയും കോമ്പിനേഷൻ, ദാറ്റ് ഇസ് VL minus VCയുടെയും റിസൾട്ടൻ്റ് ആയിട്ടാണ് ആര് വരുന്നത്, LCR സീരീസ് സർക്യൂട്ടിലെ applied EMF വരുന്നത്. So applied EMF in LCR series circuit will be the resultant of the voltages across the resistor and voltages in pure resistive circuit and in that of LC series circuit. Okay, so pure resistive circuit VR ആണ്, LC series circuit VL minus VC ആണ് resultant voltage. So E applied EMF E is equal to root of VR square plus VL minus VCD whole square ആണ് വരിക. VR square plus VL minus VCD whole square അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് റിസൾട്ടൻറ്റ് അപ്ലൈഡ് EMF വരുന്നത്. ഓക്കെ, നൗ നമ്മൾ ഈ ഫിഗർ അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രത്തിൽ നമുക്ക് sin phi cos phi tan phi ഒക്കെ കാണാം അല്ലേ. sin phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ VL minus VC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL minus VCD ഹോൾ സ്ക്വയർ. അതുപോലെ cos phi നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മുടെ വെക്ടർ ഡയഗ്രത്തിന് എത്രത്തോളം ആംഗിളിലാണ് ലീഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമുക്ക് എന്താണ് ആവശ്യം, tan phi ആണ് ആവശ്യം. tan phi എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡാണ് വരുന്നത്. ഈ സൈഡ് എന്തിനോട് തുല്യമാണ്, VL minus VCയോട് തുല്യമാണ്. അഡ്ജസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ് വരുന്നത് അല്ലേ, VR. അപ്പോൾ tan phi is equal to VL minus VC divided by VR എന്ന് വരും. VL is equal to I into XL, VC is equal to I into XC, PR is equal to I into R. എല്ലാത്തിലും ഐൻ്റെ ഐകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. XL minus XC by R കിട്ടും. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു L omega. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 by C omega. അപ്പോൾ XL minus XC എന്ന് പറയുന്നത് L omega minus 1 by C omega all divided by R. അപ്പോൾ phi is equal to എന്താണ്, tan inverse L omega minus 1 by C omega all divided by R. സോ ഫേസ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയതും നമ്മളിവിടെ എടുത്താൽ ഇത് അസംഷനായിട്ട് നമ്മൾ എടുത്താണ് അല്ലേ. ഇതിൽ നിന്ന് കിട്ടുന്നതും ഇവിടുന്ന് കിട്ടിയത് tan ഇൻവേഴ്സ് ഫൈയുടെ വാല്യൂ, വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫൈയുടെ വാല്യൂ സെയിം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ ദ റിസൾട്ടൻറ്റ് വോൾട്ടേജ് ഈ EMFൻ്റെ എക്സ്പ്രഷൻ ഈ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL minus VCD ഹോൾ സ്ക്വയർ അല്ലേ. സോ ദാറ്റ് ഈസ് ഹിയർ E ആക്ച്വലി E ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ വി ക്യാൻ സേ ദിസ് ആസ് E is equal to root of VR സ്ക്വയർ പ്ലസ് VL minus VCD ഹോൾ സ്ക്വയർ. VR എന്ന് പറഞ്ഞാൽ I into R ആണ്. സോ I into R ഹോൾ സ്ക്വയർ പ്ലസ് VL എന്ന് പറഞ്ഞാൽ IXL ആണ്, VC എന്ന് പറഞ്ഞാൽ IXC ആണ് അല്ലേ. അപ്പോൾ അതിന് രണ്ടിനും I ഉണ്ട് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ I സ്ക്വയർ ഇൻറ്റു XL minus XC ഹോൾ സ്ക്വയർ. എല്ലാത്തിനും I സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവം. ഇതിൽ നമുക്കറിയാം വോൾട്ടേജ് ബൈ കറണ്ട് വി ബൈ ഐ ചെയ്താൽ ബാക്കി കിട്ടുന്നതാണ് എന്ത് ഇമ്പിഡൻസ് അല്ലേ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ ആണ് ഇമ്പിഡൻസ്. എക്സ് എൽ മൈനസ് എക്സ് സി നമുക്കറിയാം എക്സ് എൽ ഇക്വൽ ടു എൽ ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ 1/c ഒമേഗ. അപ്പോൾ തന്നെയാണ് നമുക്കിവിടെ ആർ ഇമ്പിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ദാറ്റ് ഇസ് എൽ ഒമേഗ മൈനസ് എക്സ് സി 1/c ഒമേഗ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നൗ ടാൻ ഇൻവേഴ്സ് x by r x എന്ന് പറഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് സി എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഡിവൈഡഡ് ബൈ ആർ ആണ് എന്ത് 5 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ അബൌട്ട് ആർ എൽ സി സീരീസ് സർക്യൂട്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു ഫേസ് റിലേഷൻ പറഞ്ഞു, വെക്ടർ ഡയഗ്രാം പറഞ്ഞു, പവർ ഫാക്ടർ പറഞ്ഞു അല്ലേ. നൗ നമുക്ക് ആർ എൽ സി സീരീസ് സർക്യൂട്ടിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർ എൽ സി സീരീസ് സർക്യൂട്ടിലെ റെസൊണൻസ് എന്താണെന്നുള്ളത്. അതേപോലെ ആർ എൽ സി സീരീസ് സർക്യൂട്ടിന് അക്സെപ്റ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ ആൻ അക്സെപ്റ്റഡ് സർക്യൂട്ട് ആൻഡ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ആർ എൽ സി സീരീസ് സർക്യൂട്ട് ഈസ് നോൺ ആസ് ആൻ അക്സെപ്റ്റഡ് സർക്യൂട്ട്, അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത്. അതേപോലെ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്താണെന്നുള്ളത്. പവർ ഹാഫ് പവർ ഫ്രീക്വൻസീസ്, റെസൊണൻസ് കർവുണ്ട്, റെസൊണൻസ് കർവിൽ നിന്നും ഹാഫ് പവർ ഫ്രീക്വൻസി എന്താണെന്നുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ കാണാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. So we can see that in our next session. Thank you.